ഹായ് ഓൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് സൈലത്തിന്റെ തിരുവനന്തപുരത്തെ ഹൈബ്രിഡ് ക്യാമ്പസിലെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ്. സോ എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് അലീനയും അതേപോലെ ദേവനന്ദയുമാണ്. നമുക്ക് സൈലത്തിലെ ഇവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് അലീന, എന്താണ് ഹൈബ്രിഡ് സിസ്റ്റത്തിനെ പറ്റി അലീനയ്ക്ക് പറയാനുള്ളത്? ഞാൻ ആദ്യമായിട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിനെ പറ്റി കേൾക്കുന്നത് സൈലത്തിൽ വന്നതിന് ശേഷമാണ്. ഹൈബ്രിഡ് ആയതുകൊണ്ട് കൂടെയാണ് മെയിനായിട്ടും സൈല ഓപ്റ്റ് ചെയ്യാൻ ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ യൂട്യൂബ് ചാനൽ നോക്കി ഡീറ്റെയിൽ ആയിട്ട് കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കി സംശയമെല്ലാം മാറി അങ്ങനെ ഉറപ്പായി വിശ്വസത്തോടെ കേട്ടോ. വന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴേക്കും കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയി, സന്തോഷമുണ്ട്. കാരണം സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല, അവിടുത്തെ പോലത്തെ ടീച്ചേഴ്സ് അല്ല. എന്ത് ചെറിയ കാര്യം വേണമെങ്കിലും നമുക്ക് ഡൗട്ടായിട്ട് ചെന്ന് ചോദിക്കാം. അവർ ഉച്ചക്കത്തോ മീൻസ് നമ്മൾ കളിയാക്കത്തോ ഒന്നുമില്ല. അവർക്ക് നമ്മുടെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും കുട്ടിക്ക് ഇത്ര കാര്യം അറിയത്തില്ല. നമ്മുടെ ലെവലിൽ നിന്ന് അവർ പറഞ്ഞു. അതൊരു വലിയ ബ്ലെസ്സിങ്സ് ആണ് അല്ലേ? കാരണം നമുക്കിപ്പോൾ വലിയ ആൾക്കാരുടെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പൊട്ട ഡൗട്ട് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കാതിരിക്കും. പക്ഷെ എന്നും നമ്മൾ ചോദിക്കുന്ന ആൻസർ കിട്ടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് എന്നും ചോദിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അത് കാരണം കൂടുതൽ എക്സ്ട്രാ അവരുമായിട്ട് ഫ്രണ്ട്ലി ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കോൺഫിഡൻസ് കൂടും. എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ്. മീൻസ് പിള്ളേരോട് നല്ല ഫ്രണ്ട്ലിയാണ്. കൂടെ പഠിക്കുന്ന പിള്ളേരുടെ കൂടെ ഇടപഴകുന്ന രീതിയിലാണ് നമ്മളോട് ഇടപഴകുന്നത്. പിന്നെ ഈ ഡെയിലി ടെസ്റ്റ് ആയാലും നമ്മൾ ഓൺലൈൻ ക്ലാസ് കണ്ട ശേഷം അവിടെ പോയിരുന്ന ഡെയിലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലത് ചെയ്യാൻ പറ്റത്തില്ല, ചിലത് പറ്റുമായിരിക്കും. അതിന് ശേഷം അതുകൊണ്ട് ഡൗട്ട് ചോദിച്ച് പിന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൽ കിട്ടാത്ത കണ്ടന്റ് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ എന്തായാലും സാർ കുറെ കാര്യം എക്സ്ട്രാ പറയും, ഓഫ്ലൈനിലും പറയും ഓൺലൈനിലും പറയും. ബാലൻസ് ആവുന്നുണ്ട്. അതിനകത്ത് നമ്മൾ മാത്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുഞ്ഞു ക്ലാസ് മുതൽ നമ്മൾ ചെയ്ത പല കാര്യങ്ങളും നമ്മൾ ഫണ്ടമെന്റൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചില ലെങ്തി സ്റ്റെപ്പൊക്കെ ചെയ്തിരുമ്പോൾ 2 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ ചെയ്ത് നമുക്ക് ഡൗട്ട് വരിക എവിടെ നിന്ന് കിട്ടുന്നുള്ളതല്ല. അത് പക്ഷേ നമ്മൾ 7th 8th പഠിച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യമായിരിക്കും. അപ്പം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സെൽഫായിട്ട് ഒന്ന് അത് നോക്കിയിട്ട് പോകാനും നമുക്ക് സാധിക്കും അല്ലേ? ഇപ്പോൾ ഞാൻ ദേവനന്ദനെ ചോദിക്കുകയാണ്, നമ്മൾ ചുമ്മാ പഠിച്ചാൽ മാത്രം പോരാ അല്ലേ? പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഡാൻസിനോട് ഭയങ്കര മോഹം. നമ്മുടെ ടി വിയിൽ ശോഭനയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് സ്റ്റേജിൽ പോയിട്ട് കളിക്കാമെന്ന് ഡയറക്റ്റ് ചെയ്യുന്നത് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. സോ അതേപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യവും. നമുക്ക് ഇനഫ് പ്രിപ്പറേഷൻ ഇല്ലാതെ പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സ്കൂളിൽ പോയി നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് അടിച്ച് എഴുതാം, പക്ഷേ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഓപ്ഷൻ കിട്ടുക എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് പ്രാക്ടീസ് വേണം. സോ സൈലന്റിൽ ഈ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് GIB എന്ന് പറയുന്നത് അല്ലേ? GIB എത്രമാത്രം മുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? അപ്പം GIB എഴുതുമ്പോൾ നമുക്കറിയാം എങ്ങനെയാ മെയിൻ എങ്ങനെ വരുന്ന 4 ലെവലിലാണ് ഒരു ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പം നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ചോദിക്കും, എങ്ങനെ ചോദിക്കും. അതുപോലെ ടൈം മാനേജ്മെന്റ് ആയാലും എല്ലാം ഇപ്പം നമുക്ക് മാനേജ് നമുക്ക് ആദ്യത്തെ GIBക്കൊക്കെ കുറച്ച് പാടായിരുന്നു, ടൈം മാനേജ്മെന്റ് എല്ലാം പാടാം. പക്ഷെ പിന്നീടായപ്പോൾ നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി. പിന്നെ ഒരു പരീക്ഷയോടുള്ള പേടി, JEയോടുള്ള പേടി അതൊക്കെ മാറ്റും. പിന്നെ എന്താ കറക്റ്റ് നമുക്കിപ്പം ഒരു തവണ മാർക്ക് കുറയുമ്പോൾ വീണ്ടും പഠിക്കണമെന്ന് തോന്നില്ല. അപ്പം കൂടുതൽ പഠിക്കാനും എല്ലാം തോന്നും. പിന്നെ നമുക്ക് ഡൗട്ട്സ് ഉള്ളത് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ട് GIBക്ക് ശേഷം അവർ സാറിന് ക്ലാസ് എടുത്ത് തരും. ഫുള്ള് അതേ ക്വസ്റ്റ്യൻസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കും. പിന്നെ നമുക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ സെഷൻ്റെ സമയത്ത് പോയി ചോദിക്കാം. പിന്നെ അല്ലാതെ ഹോസ്റ്റലിൽ വിസിറ്റ് ചെയ്യും. അപ്പം ആദ്യത്തെ GIB എഴുതിയതും ലാസ്റ്റിലെ GIB എഴുതിയതും തമ്മിലുള്ള സ്കോറിന്റെ ഡിഫറൻസ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ? എന്താണ് അലീനയുടെ അഭിപ്രായം? നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ചോദിക്കുന്നത്, DPPs നമ്മൾ പഠിക്കണമെങ്കിൽ ചുമ്മാ നമുക്ക് ആകാശത്തിൽ നോക്കി പഠിക്കാൻ പറ്റത്തില്ല. ഇതിൽ പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വേണം. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകളുണ്ട് അല്ലേ? നമ്മൾ പഠിക്കണമെങ്കിൽ എവിടെ വേണമെങ്കിലും പഠിക്കാം. പക്ഷേ ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഈ ഒരു DPP എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് എന്താണ് അതിനകത്തെ ഒരു ബെനിഫിറ്റ്സിനെ പറ്റി ഒന്ന് പറയാം? സാധാരണ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രീവിയസ് തപ്പി നമ്മൾ പോകണം. ഇതാകുമ്പോൾ ഓരോ പോർഷൻ കഴിയുമ്പോഴും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ NCERT തന്നെയുള്ള ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ പിന്നെ വേറെ ആ പോർഷൻ തപ്പി വേറെ ടെസ്റ്റ് റെഫർ ചെയ്യേണ്ട. ഇതിൽ തന്നെ കുറച്ചുണ്ട്. ലാസ്റ്റ് പിന്നെ ന്യൂമറിക്കൽ പാർട്ടിൽ മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് എല്ലാ പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ട്.
നമ്മൾ ഈ ജെയിൻ്റെ എക്സാം വരുന്ന സമയത്ത് നമുക്കറിയാം സെക്ഷൻ ബിയിൽ ഓപ്ഷൻസ് ഇല്ല അല്ലെ. സെക്ഷൻ ബിയിൽ വരുമ്പോഴത്തേക്കിന് ആൻസർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ടോ? കാരണം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം ആദ്യം തന്നെ ഇത് ഓപ്റ്റ് ചെയ്യാനായിട്ട് അല്ലേ, ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ നമ്മുടെ ഈ പ്രാക്ടീസ് ഡെയിലി ടെസ്റ്റ് നിങ്ങൾ എഴുതാറുണ്ട് അല്ലേ? ഡെയിലി ടെസ്റ്റ് എഴുതുന്ന സമയത്ത് ഡെയിലി ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് ഓരോ ചോദ്യങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് ഡെയിലി ടെസ്റ്റ് വളരെ യൂസ്ഫുൾ ആണ്. നമുക്കിപ്പം കറക്റ്റ് ആ ന്യൂമറിക്കലായാലും എല്ലാം ഓരോ സെക്ഷൻ വൈസ് ആണ് എക്സാം വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിന് എണ്ണം കുറവായിരിക്കും, പക്ഷേ അതേ മോഡൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ന്യൂമറിക്കൽസ് ആയാലും നമുക്ക് അതനുസരിച്ച് ചെയ്ത് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഡെയിലി ടെസ്റ്റിലൂടെ കിട്ടും. കറക്റ്റ് ഒരു അതേ തന്നെ ആദ്യം കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ്, പിന്നെ കറക്റ്റ് ന്യൂമറിക്കൽ, കറക്റ്റ് അതുപോലെയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു കോഴ്സ് പഠിക്കാനൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അവസ്ഥ എന്തായാലും നമുക്കുണ്ട് അല്ലേ. ഇപ്പോൾ എക്സ്പെഷ്യലി നിങ്ങൾ പലയിടത്തു നിന്നും വന്നിരിക്കുകയാണ്. അപ്പോൾ ഹോസ്റ്റലിൽ വരുമ്പോൾ പല ക്യാരക്ടറുള്ള കുട്ടികൾ വരുന്നു അല്ല, നിങ്ങൾ പല ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അതിൽ നന്നായിട്ട് പഠിക്കുന്നവർ കാണാം, ചിലപ്പോൾ മീഡിയം ആവറേജ് ലെവലിൽ പഠിക്കുന്നവർ കാണാം. അപ്പോൾ എന്താണ് ഈ ഹോസ്റ്റൽ ലൈഫിനെ പറ്റി എന്താ പറയാനുള്ളത്? ആര് പറയും? രണ്ടുപേർക്കും പറയാം കേട്ടോ, രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നേ. ഹോസ്റ്റൽ ലൈഫ് പറയുമ്പം എസ്പെഷ്യലി ഇവിടെ വന്നിടുമ്പം ഇവിടെ മെൻറ്റർ ആയാലും വാർഡനായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ ഫ്രണ്ട്സ് ആയാലും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പം നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസിലേക്ക് കൂടെ നിൽക്കും. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ കമ്പൈൻ സ്റ്റഡിയൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും ഇപ്പം ഒരാൾക്ക് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ എല്ലാവരുടെയും പിടിച്ചിട്ട് പഠിപ്പിക്കും. ഇപ്പം ഒരാൾക്ക് ഒരു വിഷയം കൂടുതൽ അറിയാമെങ്കിൽ അവർ മറ്റുള്ളവരെ പഠിപ്പിക്കും. അങ്ങനെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പം കമ്പൈൻ സ്റ്റഡി സഹകരണമുണ്ട്. ഇപ്പം ഒരു വിഷയം മാത്സ് ഒരാൾ കൂടുതൽ അറിയാമെങ്കിൽ അയാൾ വന്ന് ഇപ്പം ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങനെ മാത്സ് പഠിപ്പിക്കും. ഫിസിക്സ് ആണെങ്കിൽ കറക്റ്റ് നമ്മൾ ക്ലാസ്സിൽ എങ്ങനെ പഠിപ്പിക്കുന്നു അതുപോലെ ഇപ്പം ഹോസ്റ്റലിലെ റൂംമേറ്റ്സിനെ പഠിപ്പിക്കും. ടീച്ചിങ് സ്കില്ലുണ്ട് എല്ലാവർക്കും. ശരി, അത് മാത്രമല്ല ഇവിടെ നമ്മുടെ മെന്റൽ സപ്പോർട്ട് നമുക്ക് വളരെ നമുക്കറിയാം. നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി ഒരു സ്കൂളിൽ പോയി പഠിക്കും, ഒരു കോളേജിൽ പോയി പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇത്. ഇവിടെ മാർക്ക് ചിലപ്പോൾ നല്ല കൂടാം, ചിലപ്പോൾ താഴെ പോകാം. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോൺഫിഡൻസിനെ അത് വല്ലാണ്ട് ബാധിക്കാറുണ്ട്. പിന്നെ സിറ്റുവേഷൻ നിങ്ങൾക്ക് വീട്ടിൽ പോയി നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടോ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ നിങ്ങളുടെ അമ്മയായിട്ടും അച്ഛനായിട്ടും അല്ലെ അപ്പൂപ്പനായിട്ടും അമ്മമ്മയായിട്ടും എല്ലാം ബിഹേവ് ചെയ്യാൻ ഒരാളെ ഉള്ളൂ അല്ലെ, നമ്മുടെ മെന്ററാണ്. സോ എന്താണ് ഈ ഹോസ്റ്റലിലെ നമ്മുടെ ആ ഒരു മെന്റർഷിപ്പിനെ പറ്റി എന്ന് പറയുന്നത്? സാറ് പറഞ്ഞ പോലെ അമ്മയെടുത്തും അച്ഛനടുത്തും പറയാൻ പറ്റാതെ ഫ്രണ്ട്സിനോട് മാത്രം പറയാൻ പറ്റുന്ന എന്ത് കാര്യം വേണമെങ്കിലും മെന്ററിനോടും പറയാം. നിമാംസ് എല്ലാ കാര്യത്തിലും ഞങ്ങളോട് പോകുന്നുണ്ട്. ഇപ്പൊ ചെറിയൊരു ആഗ്രഹം പറഞ്ഞാലും ഏത് വിധത്തിൽ അത് സാധിച്ചു തരാൻ മാക്സിമം മിസ് നോക്കും. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്യാമ്പസിൽ വന്ന് അറേഞ്ച് ചെയ്ത് തരും. ഹോസ്റ്റലിലാണെങ്കിലും മാക്സിമം എല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. സ്കൂളിലൊന്നും പഠിക്കുമ്പോൾ ഇങ്ങനെ ആരും കൂടെ ഇല്ല, ഉള്ളത് അമ്മ അല്ലെങ്കിൽ അച്ഛൻ. രാത്രി പഠിക്കാൻ പറയും, അങ്ങനെ മിസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ നോക്കും. ഉറങ്ങുവാണെങ്കിൽ പിടിച്ചെണീപ്പിച്ചിരുത്തി പഠിപ്പിക്കും, ഇരിക്കാൻ പറയും. മിസ്സിനെ പഠിപ്പിക്കാറിയെങ്കിൽ മിസ് പഠിപ്പിച്ചത്. അപ്പോൾ എല്ലാത്തിലും മിസ് കൂടെയുണ്ട്. മീൻസ് ഇങ്ങനെ ഒരു മെന്റർ എന്ന് പറയുന്ന ഒരാൾ ഇതാണ് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമ്മുടെ ഈ ലാസ്റ്റ് മിനിറ്റിലേക്ക് എത്തുകയാണ് നമ്മൾ അല്ലെ. പ്രിപ്പറേഷന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സമയമാണ് ഈ LMRP നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഇത് ഫ്യൂച്ചറായിട്ടുള്ള കുറേ കുട്ടികൾ ഇത് കാണുന്നുണ്ട് അല്ലെ. സൈലത്തിന്റെ പുറത്തുള്ള കുറേ കുട്ടികൾ നമ്മുടെ പല കാര്യങ്ങളും കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് അവർ പഠിക്കാനായിട്ട് വരാറുണ്ട്. അപ്പൊ എന്താണ് ഈ ഫ്യൂച്ചർ ആസ്പിറൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ കറക്റ്റ് കെയറിങ് ആണ്. നമുക്ക് എത്ര ഫുളിഷ് ഡൗട്ടായാലും എന്ത് ചോദിച്ചാലും കറക്റ്റ് ഒരു ഫ്രണ്ട്ലി എന്ന രീതിയിലാണ്. അതുപോലെ മിക്കപ്പം ജിവിൻ സാറൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലാസ്സിലിരുത്തി നമ്മളിപ്പോൾ ഒരു പോർഷനിൽ കെമിസ്ട്രി ക്ലാസ് ഇരുത്തി തന്നെ നമ്മൾ ഫുൾ അങ്ങ് പഠിക്കും. നമുക്ക് പിന്നെ ഇവിടെ വന്ന് പഠിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ ക്ലാസ്സിൽ തന്നെ സാർ ക്വസ്റ്റ്യൻ ചോദിക്കും. എല്ലാം അതുപോലെ ഷെരീൻ സാറായാലും എല്ലാം മാത്സ് ആയാലും എല്ലാം അടിപൊളി ഫാക്കൽറ്റീസാണ്. അതുപോലെ നമുക്കിപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എല്ലാത്തിനും കൂടുതൽ ഇപ്പം പഠിക്കുന്നതിനായാലും ഇപ്പം എനിക്കൊക്കെ ആദ്യം കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാൽക്കുലേഷൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചുകൂടെ സ്പീഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കും. നമുക്ക് എന്താ പറയാനുള്ളത് മുന്നോട്ട് ഇനി പഠിക്കാനുള്ള അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വരാനുള്ള കുട്ടികളോട് എന്താ പറയുക? ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ ആദ്യമേ വീട്ടുകാരുടെ പ്രഷർ, ഫ്രണ്ട്സിൻ്റെ, അങ്ങനെ ഞാൻ പോലും പലയിടത്തും പറയാതെ വന്നത്. വേറെ മീൻസ് ബാക്കി എല്ലാവരും കോളേജിൽ പോയി എൻജോയ് ചെയ്യുക. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാനാണ് ആരോടും പറയാതെ ധൈര്യം തന്നെ വേണം അല്ലേ. നമ്മളുടെ എല്ലാവരും പോകുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണം. നമ്മൾ എല്ലാവരും നിന്ന് മാറി വന്നിട്ട് ധൈര്യം തന്നെ നമുക്ക് വേണം. നമ്മളിപ്പോൾ വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയാലും ആദ്യമേ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെ അത് ബാധിക്കുമെന്നാണ്. ഇവിടെ ടീച്ചേഴ്സ് ആയാലും മെൻറ്റേഴ്സ് ആയാലും കൂടെയുള്ള കുട്ടികൾ സഹിതം എല്ലാവരും നമ്മളെ ഒരു പോസിറ്റീവ് ഫീലാണ് ഇവിടെ വരുമ്പോൾ തന്നെ കിട്ടുന്നത്. നേരത്തെ ആരോ പറഞ്ഞായിരുന്നു ക്യാമ്പസിൽ പോകാൻ ഭയങ്കര താല്പര്യമാണ്, ടീച്ചേഴ്സിനെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. സത്യമാണ്. അതിപ്പം ഹോസ്റ്റലിലായാലും ഒരു നെഗറ്റീവ് ഫീൽ നമുക്ക് ഉണ്ടാവത്തില്ല. അത് അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മെൻറ്റർ
അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും ശരിയാക്കി തരും. നിലനിന്നാൽ തന്നെ അത് കൂടിപ്പോയ ഒരു ദിവസം മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ ഹൈബ്രിഡ് ക്യാമ്പസിൽ നമ്മുടെ ചുണക്കുട്ടികളുടെ ഒപ്പീനിയൻസ് ആണ് നിങ്ങൾ കേട്ടത്. എന്തായാലും വരാനിരിക്കുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ ജെ എഴുതാൻ പോകുന്ന നമ്മുടെ ഫ്യൂച്ചർ ആസ്പിറൻസിന് ഇവരുടെ വാക്കുകൾ വളരെയധികം മോട്ടിവേറ്റഡ് ആക്കി തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അപ്പം നിങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് അവർക്കൊരു ഓൾ ദ ബെസ്റ്റ് കൊടുക്കാം. ഓൾ ദ ബെസ്റ്റ്.